ഫ്രണ്ട്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഫസ്റ്റ് ടൈം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടണമെന്ന്? ഫ്രണ്ട്സ്, ഇതേ പറ്റിയിട്ടുള്ള സീക്രട്ട് നിങ്ങൾക്കറിയുമോ? എങ്ങനെയാണ് ചില ആളുകൾക്ക് മാത്രം മറ്റുള്ളവരെ വേഗത്തിൽ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത്, എന്നാൽ വേറെ ചില ആളുകൾ എന്തൊക്കെ ചെയ്തിട്ടും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തത് എന്ന്? ഇതേപ്പറ്റി മനസ്സിലാക്കാൻ ഞാൻ റീസെൻ്റ്ലി ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായ ഹൗ ടു ബിക്കം എ പീപ്പിൾ മാഗ്നറ്റ് എന്ന ഈ ഒരു ബുക്ക് വായിച്ചിരുന്നു. ഈ ബുക്കിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ചില പ്രാക്ടിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ടിപ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരു പീപ്പിൾ മാഗ്നറ്റ് ആകാൻ സാധിക്കും. അതായത് പെട്ടെന്ന് തന്നെ ആളുകളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്ത ഉടനെ തന്നെ ഇൻസ്റ്റൻ്റ്ലി അയാൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും. നമ്പർ 1, ഹൗ ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു ഇമ്മീഡിയറ്റ്ലി. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ. ഒരു റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചത് ആളുകൾ നിങ്ങളെ കണ്ടതിന് ശേഷം ചില സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഡിസൈഡ് ആക്കുന്നു അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നാണ്. അതിപ്പോൾ ജോബ് ഇൻ്റർവ്യൂയോ കാഷ്വൽ മീറ്റപ്പോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് തീരുമാനിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്ന്. ആൻഡ് ഒരു പ്രാവശ്യം ഇംപ്രഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ ഉടനെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണം? ഇതേപ്പറ്റി കോൺവെർസേഷൻ എക്സ്പേർട്ട് ആയിട്ടുള്ള മാർക്ക് റെക്ടൽ പറയുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഒന്നും വലുതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫേസിൽ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു പോസിറ്റീവ് സ്മൈൽ കീപ്പ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾ ഒരാളെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾക്ക് ഒരു പോസിറ്റീവ് ആൻഡ് ട്രസ്റ്റ് വർത്തി വൈബ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഡൗട്ട് ഉണ്ടായിരിക്കും. ബട്ട് ബിലീവ് മീ, ലൈഫിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പേഴ്സണലി എനിക്കും അതെ, ചിലരൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ജെനുവിൻ സ്മൈൽ ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഫേസ് ടു ഫേസ് സംസാരിക്കുകയാണെങ്കിലും ഫോൺ കോളിലൂടെ ആണെങ്കിലും നിങ്ങളുടെ റിയൽ ആൻഡ് ജെനുവിൻ സ്മൈൽ ഒരു പോസിറ്റീവ് വൈബ് സെറ്റ് ചെയ്യും. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിലൂടെ ഫീൽ ചെയ്യും. ഇനി ആരെങ്കിലുമൊക്കെ വളരെ റൂഡായി ആറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങളോട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ വളരെ പൊളൈറ്റായിട്ട് ഇരിക്കുക. ഇതിലൂടെ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആൻഡ് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സണെ പോലെ ഷോ ആകും. ഈവൻ സയൻസ് പറയുന്നത് സ്മൈലിലൂടെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും, മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആകും, കോൺഫിഡൻസ്, ട്രസ്റ്റ് ആൻഡ് അപ്രോച്ചബിലിറ്റി ഇതെല്ലാം വർദ്ധിക്കുമെന്നുള്ളതാണ്. സ്മൈൽ ചെയ്യുക, കൈൻഡായിട്ട് ഇരിക്കുക. കാരണം ഇന്ന് ആറ്റിറ്റ്യൂഡ് ഒരുപാട് ആളുകളിലുണ്ട്, എന്നാൽ കൈൻഡ്നെസ് വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, അടുത്ത 60 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളിലുള്ള സ്ട്രെസ്, ടെൻഷൻ, സെൽഫ് ഡൗട്ട് ഇതൊക്കെ മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന ഒരുപാടധികം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ അവർ നിങ്ങളെ അതിനായിട്ട് ആക്ഷനബിൾ ആക്കുന്നുണ്ടായിരിക്കും. സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഓഫ് എനി കോൺവെർസേഷൻ. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഫോർ എനിവൺ ഈസ് ദംസെൽവ്സ്. ആളുകൾ മറ്റെന്തിനേക്കാളും തങ്ങളെപ്പറ്റി സംസാരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് അവരോട് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നാച്ചുറലി അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അയാൾ എപ്പോഴും അയാളെപ്പറ്റി മാത്രമായിരിക്കും സംസാരിക്കുക. ഇങ്ങനെയുള്ള സെൽഫ് ഒബ്സസ്ഡ് പേഴ്സണെ നിങ്ങൾക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും, അല്ലേ? എന്നാൽ ഇനി നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്ന ഒരാളെ പറ്റി ചിന്തിച്ചു നോക്കൂ. അയാൾക്ക് നിങ്ങളെപ്പറ്റി അറിയാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി അയാൾ കേട്ടിരിക്കും. ആൻഡ് ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് അയാൾ നിങ്ങളോട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരുപാടധികം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടും, അല്ലേ? നിങ്ങളുടെ കോൺവെർസേഷനിൽ ഞാൻ, എൻ്റേത്, എനിക്ക് ഇങ്ങനെയുള്ള വേർഡ്സിന് പകരം നിങ്ങൾ, നിങ്ങളുടേത് ഇങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വൈബ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്? നിങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു ചെറിയ മാറ്റം ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് നിങ്ങളുടെ കോൺവെർസേഷനിൽ കൊണ്ടുവരും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വളരെ തോട്ട്ഫുൾ, ലൈക്കബിൾ ആൻഡ് കരിസ്മാറ്റിക് ആയി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും.
സോ നിങ്ങളെപ്പറ്റി കുറച്ച് സംസാരിക്കുക. കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ അപ്രോച്ച് വെറും കോൺവെർസേഷനെ മാത്രമല്ല ഇംപ്രൂവ് ചെയ്യുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ഇത് സ്ട്രോങ് ആക്കും. നമ്പർ 3, become an influencer. ഇൻഫ്ലുവൻസ് ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് റെലവൻസ്. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം ആളുകളെ കൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം ആളുകൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന്. എക്സാക്ട്ലി റിവേഴ്സ് സൈക്കോളജിയെ പോലെ. ലൈക്ക് ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു, ചെയ്യുന്നു. സോ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അയാളിൽ ഇൻഫ്ലുവൻസ്ഡ് ആകും, അല്ലേ? ഇതേ സെയിം റൂൾ മറ്റുള്ളവരിലും അപ്ലൈ ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു പീപ്പിൾ മാഗ്നറ്റ് ആകണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്കും അതേപടി ഇഷ്ടപ്പെടണമെന്നില്ല എന്ന്. ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും വെവ്വേറെ വാല്യൂസ്, വെവ്വേറെ ഡിസയേഴ്സ്, മോട്ടിവേറ്റേഴ്സ് ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ശരിക്കും എന്താണ് വേണ്ടത്? സെക്യൂരിറ്റി, ഫ്രീഡം, ഗ്രോത്ത്. ഇത്തരത്തിൽ നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതേപ്പറ്റി സംസാരിക്കുക. അവർക്ക് കാണിച്ചു കൊടുക്കുക എങ്ങനെ അവർക്ക് ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്പർ 4, മേക്ക് പീപ്പിൾ ഫീൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാമോ, ഷാറുഖ് ഖാനെ ആര് മീറ്റ് ചെയ്താലും അദ്ദേഹത്തോട് അവർക്ക് ഒരു ഭ്രാന്തമായ ആരാധന തോന്നും. കാരണം അദ്ദേഹം ഏതൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്താലും ആ ഒരു പേഴ്സൺ തനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യുബിൾ ആണെന്നുള്ള ഫീൽ അവരിലേക്ക് നൽകും. ഇതുകൊണ്ട് തന്നെ അവർ ഷാറുഖ് ഖാനിലേക്ക് അത്രത്തോളം പേഴ്സണലി കണക്റ്റഡ് ആയിട്ട് മാറുന്നു. അയാൾക്ക് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഫീൽ നിങ്ങളിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അയാളിലേക്ക് ഇംപ്രസ്ഡ് ആയിട്ട് മാറും. സോ മറ്റുള്ളവരെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും അവർ ഡിസർവ് ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് നൽകുക. നിങ്ങൾ മനഃപൂർവ്വം ആരെയും ഇഗ്നോർ ചെയ്യാതിരിക്കുക. ആളുകളെ കാണുമ്പോൾ സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കാതെ പോകുമ്പോൾ അവർ വിചാരിക്കും നിങ്ങൾക്ക് അവരൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ല എന്ന്. അതുപോലെ അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു നല്ല ട്രൈറ്റ് കണ്ടെത്തി അതിനെ നിങ്ങൾ റിയലി അപ്രിഷ്യേറ്റ് ചെയ്യുക, ഫേക്കായിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ സംസാരിക്കുമ്പോൾ അവരുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് സംസാരിക്കുക. ആളുകൾക്ക് അവരുടെ പേര് പറഞ്ഞ് സംസാരിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ, രാജേഷ്, ഇന്നത്തെ നിൻ്റെ ലുക്ക് വളരെ നന്നായിട്ടുണ്ട്. രാജേഷ്, നീ ഫുഡ് കഴിച്ചോ? രാജേഷ്, എങ്ങനെയാണ് നിനക്ക് ഈ ഒരു ജോബ് ലഭിച്ചത്? ഇങ്ങനെ. ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മറ്റുള്ളവർക്ക് നിങ്ങൾ വളരെ സ്പെഷ്യലാണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ആക്സെപ്റ്റ് ചെയ്യണം, അവർ നിങ്ങൾക്ക് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അവരെ നോട്ടീസ് ചെയ്ത് അവരുടെ വാല്യൂസിനെ മനസ്സിലാക്കണം. കാരണം ഇത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് ഗിവ് ദെൻ ഗെറ്റ്. നമ്പർ 5, ഹൗ ടു ഡെവലപ്പ് ആൻ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ചില ആളുകൾ നാച്ചുറലി തന്നെ വളരെ ചാമിങ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു ചാം നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? ഇതിനായിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഫസ്റ്റ്, ആക്സെപ്റ്റൻസ്. നമ്മുടെ ഈ ലോകത്തിൽ ആരും തന്നെ 100% പെർഫെക്റ്റ് അല്ല, നിങ്ങളും ആയിരിക്കില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടെ റിയൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുക. സെക്കൻഡ്, അപ്രൂവൽ. ഓരോരുത്തരിലും എന്തെങ്കിലുമൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കി ജെന്യുവൻലി അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ചെറിയ അപ്രിസിയേഷൻ പോലും അവരെ വളരെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. തേർഡ്, ബി താങ്ക്ഫുൾ. ആരൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടോ അവരോടൊക്കെ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ ഒരു സിമ്പിളായിട്ടുള്ള താങ്ക് യു പോലും അവരുടെ ആ ഒരു ദിവസത്തെ ബെറ്റർ ആക്കിയേക്കാം. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലുമൊക്കെ നിങ്ങളോട് വന്നിട്ട് താങ്ക് യു പറയുകയാണ് ബിക്കോസ് അവരുടെ കൂടെ നിങ്ങൾ ഉള്ളത് കൊണ്ട്. സോ അപ്പോൾ നിങ്ങൾ എത്ര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു ഡേ തന്നെ നിങ്ങൾക്ക് എത്ര സൂപ്പറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഒരു പീപ്പിൾ മാഗ്നറ്റായിട്ട് മാറാൻ സാധിക്കും. ആൻഡ് ഇങ്ങനെയുള്ളവർക്കൊപ്പം ആളുകൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടും. നമ്പർ 7, ഗെറ്റ് പീപ്പിൾ ടു സേ യെസ് ടു യു. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ആരോടെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു വർക്ക് ചെയ്യാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അതിനോട് അവർ യെസ് എന്ന് പറയണമെന്ന്. ആളുകളെ നിങ്ങൾക്ക് വേണ്ടി യെസ് എന്ന് പറയിപ്പിക്കുക എന്നുള്ളത് ഇതൊരു സ്കില്ലാണ്. ഇത് നിങ്ങൾക്കും ലേൺ ചെയ്യാം.
ആളുകൾ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുക അവരുടെ ലാഭത്തിന് വേണ്ടിയായിരിക്കും. സോ ഒരാൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് കൺവിൻസിങ് ആവണമെങ്കിൽ അപ്പോൾ അയാളോട് ആ ഒരു പെർട്ടിക്കുലർ കാര്യം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം പറയണം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്കിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എന്നുള്ളത് ഡബിളായിട്ട് മാറും. ഇങ്ങനെ ആളുകളെ ഒരു യെസ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്നാൽ അതിൻ്റെ ആൻസർ എപ്പോഴും യെസ് എന്നായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നില്ലേ? കൂടെ തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളും തലയാട്ടി അതെ എന്ന് പറയണം. ഇത് സബ് കോൺഷ്യസ് ലെവലിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 2 ഓപ്ഷൻസ് നൽകുക ആൻഡ് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. സോ അവിടെ നോ എന്ന് പറയാനുള്ള ചാൻസ് ഉണ്ടാകരുത്. സോ ഈ ഒരു ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് യെസ് എന്ന് മറുപടി ലഭിക്കും. നമ്പർ 8, ബി ഒതൻറ്റിക്, ബി ട്രാൻസ്പാരൻറ്റ്, ബി യു. ഭൂരിഭാഗം ആളുകളും അവരുടെ ഇമോഷൻസിൻ്റെ പിറകിൽ മറിഞ്ഞിരിക്കുന്നു. പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ ഒരു മാസ്ക് ധരിച്ചിരിക്കുന്നു മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ. കാരണം അവർ വിചാരിക്കുന്നത് തങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ ആരും അവരെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. എന്നാൽ സത്യം എന്താണെന്നാൽ മറ്റുള്ളവർ റിയൽ ആൻഡ് ഒതൻറ്റിക് ആയിട്ടുള്ള ആളുകളിലേക്കായിരിക്കും അട്രാക്റ്റ് ആവുക. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, മിസ്റ്റേക്സ് ഇതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം. ലോകത്തിൽ ആരും തന്നെ 100% പെർഫെക്റ്റ് അല്ല. സോ നിങ്ങൾ എത്രത്തോളം ഒതൻറ്റിക് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾ മറ്റുള്ളവരെ മനഃപൂർവ്വം ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിർത്തുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇംപ്രസീവായിട്ട് മാറും. നമ്പർ 9, അഡ്മയർ യുവർ സെൽഫ്. ബിഫോർ എക്സ്പെക്റ്റിംഗ് അതേഴ്സ് ടു അഡ്മയർ യു, യു മസ്റ്റ് ഫസ്റ്റ് അഡ്മയർ യുവർ സെൽഫ്. പുറത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഇംപ്രഷൻ വേണമെങ്കിൽ അപ്പോൾ ആദ്യം നിങ്ങളെ ഇംപ്രസ് ചെയ്യണം. മറ്റുള്ളവർ നിങ്ങളെ അഡ്മയർ ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളെ തന്നെ അഡ്മയർ ആൻഡ് റെസ്പെക്റ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ അപ്പോൾ ആരും ഈ ഒരു ലോകത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ നല്ല ട്രൈറ്റ്സ് ഉണ്ടായിരിക്കണം. ലൈക്ക് കോൺഫിഡൻസ്, സിൻസിയറിറ്റി, ജെന്യൂൻനെസ്, സെൽഫ് റെസ്പെക്റ്റ്, പോസിറ്റിവിറ്റി ആൻഡ് മെച്യൂരിറ്റി. ഈ എല്ലാ ട്രൈറ്റ്സും നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർഫുൾ ടൂൾസ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് നല്ലതൊന്നും പറയാനില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്പർ 10, വാച്ച് യുവർ ബോഡി ലാംഗ്വേജ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒരിക്കലും കള്ളം പറയില്ല. ഇതുകൊണ്ടാണ് ആളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ ടോൺ ആൻഡ് ബോഡി ലാംഗ്വേജിനെ ശ്രദ്ധിക്കുന്നത്. ബോഡി ലാംഗ്വേജ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതിലൂടെ ഒരു വേർഡ്സ് പോലും നിങ്ങൾ പറയാതെ ഒരു ഡീപ്പ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ആളുകളെ ഒബ്സർവ് ചെയ്യുക ആൻഡ് മിറർ ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ആളുടെ ബോഡി ലാംഗ്വേജിനെ നിങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ഈ ട്രിക്ക് സബ് കോൺഷ്യസ് ലെവലിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ലൈക്ക്, ഞാനും നിന്നെ പോലെയാണ്, നീ പറയുന്ന കാര്യങ്ങളോടൊക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു എന്ന്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു പീപ്പിൾ മാഗ്നറ്റായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.